ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാതിക്കോരാവിവൻ തോണി നിൻപദം. ഭക്തിയും ശുദ്ധിയും അറിവും ശ്രദ്ധയും വേറല്ലാത്ത വിധം സമന്വയിക്കുന്ന 92ാമത് ശിവഗിരി തീർത്ഥാടന നന്മയിലലിയാൻ യുഗയുഗാന്തര പ്രഭചൊരിയും ഗുരു അരുളിയ അഷ്ടലക്ഷ്യങ്ങളെ കുഞ്ഞിളം മനസ്സുകളിലേക്ക് പകരാൻ നന്മയുടെ മഹാവെളിച്ചം ശ്രീനാരായണ പരമഹംസദേവ ചൈതന്യ മഹിമ തൊട്ടറിഞ്ഞു വളരാൻ ബാല്യത്തിലെ തീർത്ഥാടന സുഖഗരിമയറിഞ്ഞ് പൊന്നുതമ്പുരാൻ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു മുന്നേറാൻ ശിവഗിരി സ്കൂൾ അങ്കണത്തിൽ നിന്നും 1ാമത് സ്മൈൽ ദർശൻ ശിവഗിരി കുട്ടി തീർത്ഥാടന പദയാത്ര നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കുരുന്നുകൾ ഗുരുഭക്തി ആദരവോടെ പീതാംബരധാരികളായി അണിനിരന്ന കുട്ടി തീർത്ഥാടന പദയാത്ര ഭൂമിയിലെ സ്വർഗം ശിവഗിരി കുന്നിലേക്ക്. ശിവഗിരിയിൽ തീർത്ഥാടകരായി ഞങ്ങൾ വരുന്നേ, ഗുരുദേവ കീർത്തനം പാടി ഞങ്ങൾ വരുന്നേ, നിൻ ദിവ്യ മന്ത്രം ചൊല്ലി വരുന്നു ഞങ്ങൾ, ദേവാ നിൻ വാക്കിൻ പുണ്യം നുകർന്നിടുന്നേ. ദേവചൈതന്യമുണർത്തുന്ന അലയാഴിതൻ ആഴങ്ങളിലിറങ്ങി ജീവചൈതന്യത്തിന്റെ മുത്തും പവിഴവും വാരിക്കൂട്ടാൻ ആത്മബോധത്തിനൂർജം പകർന്ന പൊന്നുതമ്പുരാൻ ശ്രീനാരായണ ഗുരുദേവൻ ജീവിതോപരിതലത്തിൽ ഉണർവറ്റ ശരീരവും മനസ്സുമായിരുന്ന മനുഷ്യകുലത്തിന് വിസ്മയകരമായ കാലഗതിയുടെ ഈണം കേൾപ്പിച്ചു തന്ന പുണ്യാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ. ഹൃദയത്തിൽ വിശുദ്ധിയുടെ സുവർണമുദ്രയുള്ള കാലപ്പകർച്ചയുടെ അടയാളമായ സംക്രമ പുരുഷൻ, ആധ്യാത്മികതയും ലൗകികതയും സംയോജിപ്പിക്കുന്ന ദാർശനിക വീക്ഷണം ലോകത്തിനു നൽകിയ ലോകവേദാന്തത്തിന്റെ മഹാസമുദ്രം അക്കരെ ഇക്കരെ നീന്തിക്കയറിയ പുണ്യാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ വാഴും ശിവഗിരി എന്ന പൊന്മുടിയിലേക്ക് 92ാമത് ശിവഗിരി തീർത്ഥാടന മഹിമയിലലിയാൻ ശിവഗിരി തീർത്ഥാടന പദയാത്ര ഇതാ കടന്നു വരുന്നു. നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം, ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾ കവിടുന്നാം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. വിജനകാന്താരങ്ങളിലെ ഇരുളടഞ്ഞ ഗുഹകളിൽ തപസ്സനുഷ്ഠിച്ച് തന്റെ കാലത്തിന്റെ ജീർണത തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ പൊതുവായ ക്ഷേമത്തിനായി തന്റെ ആത്മതപസ് സമർപ്പിച്ച് ജീർണവും അന്ധകാര ജടിലവുമായ ഒരു കാലത്തെ പുതുമാനവികത കൊണ്ട് പുതുക്കിപ്പണിത പൊന്നുതമ്പുരാന്റെ സവിധത്തിലേക്ക് 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരി തീർത്ഥാടന പദയാത്ര ഇതാ കടന്നുവരുന്നു. 10 ദിവസത്തെ പഞ്ചശുദ്ധീവ്രതം അനുഷ്ഠിച്ച് ഗുരുപുഷ്പാഞ്ജലി മന്ത്രമുരുവിട്ട് ഗുരുദേവൻ പറഞ്ഞു തന്ന പോലെ മഞ്ഞൾ മുക്കി ഉണക്കിയ വസ്ത്രമണിഞ്ഞ് ഗുരു അരുളിയ അർത്ഥപൂർണ വാക്കുകളുടെ സന്ദേശങ്ങളുടെ പൂർണ്ണാർത്ഥമറിഞ്ഞ് ഒരു ലഹരിക്കും അടിമപ്പെടാത്തവണ്ണം സർവതന്ത്ര സ്വതന്ത്രതയിലേക്കും സമഗ്രതയിലേക്കും വിശ്വമാനവികതയിലേക്കും അത്യുന്നതിയിലേക്കും ആനയിക്കുന്ന 92ാമത് ശിവഗിരി തീർത്ഥാടന സന്ദേശ മഹിമയിലലിയാൻ ഏവരുടെയും അനുഗ്രഹാശീർവാദങ്ങൾ ഏറ്റുവാങ്ങി പ്രഥമ സ്മൈൽ ദർശൻ ശിവഗിരി കുട്ടി തീർത്ഥാടന പദയാത്ര ഇതാ നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്നു വരികയാണ്. ശ്രീനാരായണ ഗുരുസ്വാമിയെ ഭക്ത അവതാര പുരുഷനെന്നാരാധിച്ചു. ശ്രീനാരായണ ഗുരുസ്വാമിയെ ഭക്ത അവതാര പുരുഷനെന്നാരാധിച്ചു. വേദാന്തിയും ദാർശനികനും മഹായോഗിയുമെന്ന പോലെ തന്നെ ആത്മജ്ഞാനത്തിന്റെ നിഗൂഢ ഭംഗികൾ കൃതികളിൽ വരച്ചുകാട്ടി ഉദ്ബോധിപ്പിച്ച് ഓളങ്ങളില്ലാത്ത ജ്യോതിർമയമായ ദിവ്യസമുദ്രം പോലെ ആ ദിവ്യസമുദ്രത്തിന്റെ അലകളാണ് മനുഷ്യരെന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ ദൈവദർശനവും മനുഷ്യദർശനവും വഴിവെട്ടമാക്കി നാടാകെ പൊന്നുതമ്പുരാൻ വാഴും ശിവഗിരി കുന്നിലേക്ക് ഒഴുകിയെത്തുമ്പോൾ
ഈ നാടും നടപടികളും നാട്ടുകാരും സർവചരാചരങ്ങളും പുണ്യപുളകിതമാകുമ്പോൾ വിശ്വമാനവികതയുടെ മഹാപ്രവാചകന്, അധസ്ഥിത ജനസമൂഹത്തിന്റെ വിമോചകന്, ശ്രീനാരായണ ഗുരുദേവന്, സർവേശ്വരന്റെ പൂർണ്ണ പുണ്യാവതാരം പൊന്നുതമ്പുരാന് കോടി കോടി പ്രണാമം. ഭക്തിയും ശുദ്ധിയും അറിവും ശ്രദ്ധയും വേറല്ലാത്ത വിധം സമന്വയിക്കുന്ന 92ാമത് ശിവഗിരി തീർത്ഥാടന നന്മയിലലിയാൻ യുഗയുഗാന്തര പ്രഭചൊരിയും ഗുരു അരുളിയ അഷ്ടലക്ഷ്യങ്ങളെ കുഞ്ഞിളം മനസ്സുകളിലേക്ക് പകരാൻ നന്മയുടെ മഹാവെളിച്ചം ശ്രീനാരായണ പരമഹംസദേവ ചൈതന്യ മഹിമ തൊട്ടറിഞ്ഞു വളരാൻ ബാല്യത്തിലെ തീർത്ഥാടന സുഖഗരിമയറിഞ്ഞ് പൊന്നുതമ്പുരാൻ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു മുന്നേറാൻ ശിവഗിരി സ്കൂൾ അങ്കണത്തിൽ നിന്നും 1ാമത് സ്മൈൽ ദർശൻ ശിവഗിരി കുട്ടി തീർത്ഥാടന പദയാത്ര നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കുരുന്നുകൾ ഗുരുഭക്തി ആദരവോടെ പീതാംബരധാരികളായി അണിനിരന്ന കുട്ടി തീർത്ഥാടന പദയാത്ര ഭൂമിയിലെ സ്വർഗം ശിവഗിരി കുന്നിലേക്ക് ഈ വഴിത്താരയെ ധന്യധന്യമാക്കി ഇതാ കടന്നു വരുന്നു. ദുഃഖാത്മക ജീവിതം ചിലപ്പോൾ ആനന്ദകരമായി അനുഭവപ്പെടാറുണ്ട്. ഈ ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യുന്നത് വിശ്വാസമാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതുകൊണ്ട് നാം കണ്ണാടിയെ വിശ്വസിക്കുന്നു. കണ്ണിനുള്ളിലെ കണ്ണുകൊണ്ട് കാണുന്ന കണ്ണാടിയാണ് വിശ്വാസത്തിന്റെ വിളക്കായി വിളങ്ങുക. 1000 കണ്ണുകളുമായി വിശ്വാസത്തിന്റെ ആത്മസൗന്ദര്യത്തിലേക്ക് നമ്മെ വിനയപൂർവം ആനയിച്ച വിശ്വമാനവികതയുടെ മഹാപ്രവാചകൻ ശ്രീനാരായണ ഗുരുദേവൻ 10 ദിവസത്തെ പഞ്ചശുദ്ധീവ്രതം അനുഷ്ഠിച്ച് ഗുരുപുഷ്പാഞ്ജലി മന്ത്രമുരുവിട്ട് ഗുരുദേവൻ പറഞ്ഞു തന്ന പോലെ മഞ്ഞൾ മുക്കി ഉണക്കിയ വസ്ത്രമണിഞ്ഞ് ഗുരു അരുളിയ അർത്ഥപൂർണ വാക്കുകളുടെ സന്ദേശങ്ങളുടെ പൂർണ്ണാർത്ഥമറിഞ്ഞ് ഒരു ലഹരിക്കും അടിമപ്പെടാത്തവണ്ണം സർവതന്ത്ര സ്വതന്ത്രതയിലേക്കും സമഗ്രതയിലേക്കും വിശ്വമാനവികതയിലേക്കും അത്യുന്നതിയിലേക്കും ആനയിക്കുന്ന 92ാമത് ശിവഗിരി തീർത്ഥാടന സന്ദേശ മഹിമയിലലിയാൻ ഏവരുടെയും അനുഗ്രഹാശീർവാദങ്ങൾ ഏറ്റുവാങ്ങി പ്രഥമ സ്മൈൽ ദർശൻ ശിവഗിരി കുട്ടി തീർത്ഥാടന പദയാത്ര ഇതാ നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്നു വരികയാണ്. ചെമ്പഴന്തിയിലെ അമ്പഴവാടിയിലായി മന്ത്രനിനാദം ഞാൻ കേട്ടു. ജനദേവ ധ്യാന സ്വരൂപനെ കണ്ടു. ചെമ്പഴന്തിയിലെ അമ്പഴവാടിയിലായി മന്ത്രനിനാദം ഞാൻ കേട്ടു. ജനദേവ ധ്യാന സ്വരൂപനെ കണ്ടു. കാലത്തിന്റെ അനന്തമായ കണ്ണുകൾ മൗനസാഗര തീരങ്ങളുടെ അപാരതകളിൽ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ അനശ്വരമായ അനർഘവാണികളുടെ നിഴലാട്ടം കണ്ട് പകച്ചു നിന്നു. ആ പുരുഷാകാരം പൂണ്ട പുണ്യം 1 കോടി സൂര്യപ്രഭയിൽ അമർന്ന് വാക്കിനെ അഗ്നിയായി കടഞ്ഞെടുത്ത് ദേവഭാഷയിൽ മൊഴിഞ്ഞ വാക്കുകൾ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അവിടെ കത്തിയമർന്നത് കാലങ്ങളായി കത്താൻ മറന്ന അന്ധവിശ്വാസങ്ങളുടെയും ആധിപത്യത്തിന്റെയും കൊടും കാടുകളായിരുന്നു. അവിടെ സത്യദർശനത്തിന്റെ സൗന്ദര്യ ചെപ്പിൽ തുറന്നു തന്നത് മൗനമലയിൽ നിന്നും ഊറിയൊഴുകി പരക്കുന്ന നക്ഷത്രശോഭയുള്ള ആരാധനാ സ്വാതന്ത്ര്യമായിരുന്നു. സർവസ്വാതന്ത്ര്യത്തിന്റെയും നന്മ നുകർന്ന് ഇതാ ശിവഗിരി തീർത്ഥാടനം. ഭക്തിയും ശുദ്ധിയും അറിവും ശ്രദ്ധയും വേറല്ലാത്ത വിധം സമന്വയിക്കുന്ന 92ാമത് ശിവഗിരി തീർത്ഥാടന നന്മയിലലിയാൻ യുഗയുഗാന്തര പ്രഭചൊരിയും ഗുരു അരുളിയ അഷ്ടലക്ഷ്യങ്ങളെ കുഞ്ഞിളം മനസ്സുകളിലേക്ക് പകരാൻ നന്മയുടെ മഹാവെളിച്ചം ശ്രീനാരായണ പരമഹംസദേവ ചൈതന്യ മഹിമ തൊട്ടറിഞ്ഞു വളരാൻ ബാല്യത്തിലെ തീർത്ഥാടന സുഖഗരിമയറിഞ്ഞ് പൊന്നുതമ്പുരാൻ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു മുന്നേറാൻ ശിവഗിരി സ്കൂൾ അങ്കണത്തിൽ നിന്നും 1ാമത് സ്മൈൽ ദർശൻ ശിവഗിരി കുട്ടി തീർത്ഥാടന പദയാത്ര നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ
കുരുന്നുകൾ ഗുരുഭക്ത്യാദരവോടെ പീതാംബരധാരികളായി അണിനിരന്ന കുട്ടി തീർത്ഥാടന പദയാത്ര ഭൂമിയിലെ സ്വർഗം ശിവഗിരി കുന്നിലേക്ക്. അന്യർക്കു ഗുണം ചെയ്വതിനായു സുബപുസും ധന്യത്വമൊടങ്ങാത്മതപസും ബലി ചെയ്വൂ സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും